ഇന്നെന്തോ ഒന്ന് കുത്തിപ്പൊക്കിയിട്ടുണ്ട് ഹൈറിച്ചിനെ പറ്റിട്ട് കേട്ടാ. ഇന്നെ ഒരു കമന്റ് വന്ന് എന്താ അറിയാ, ഒരാള് വന്ന് ചോദിക്കാണ്, ബ്രോ ഇന്നലെ പോലീസ് എന്തോ ഒരു റിപ്പോർട്ട് കോടതിയിൽ കൊടുത്തു എന്ന് കേൾക്കുന്നു, അതിനെ കുറിച്ച് എന്തെങ്കിലും പറയാമോ? മണി ചെയിനാണ് ഹൈറിച്ച് നടത്തുന്നത് എന്ന് പറയുക പോലീസ് കള്ളം പറയുന്നത് ആയിരിക്കും അല്ലല്ലേ? ഇതിനെക്കുറിച്ച് എന്തെങ്കിലും 2 വാക്കും പറയണം. ഞാൻ പറയൂ 2 വാക്ക്. ഓൾറെഡി കോടതിയിൽ കേസ് നിൽക്കുകയാണ്. കോടതിയിൽ ഇപ്പൊ ഏതാ കേസ് കിടക്കുന്നത്? ബഡ്സ് ആക്ട് മണി ചെയിനിന്റെ തന്നെയാണ് നിൽക്കുന്നത്. ആദ്യം വന്നത് ഇതേനും മണി ലൗണ്ടറിങ്ങിന്റെനും. അതെല്ലാം അവർ പ്രൂഫ് ചെയ്തു. ആര്? ഹൈറിച്ചുകാര്. പിന്നെ ഈ മണി റൊട്ടേറ്റിംഗ് എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, ഒന്ന് പ്രൊഡക്റ്റ് ഒന്നും ഇല്ലാതെ വെറും പൈസക്ക് പൈസ അർട്ടിക്കുക എന്ന് പറഞ്ഞാൽ ഇത് ആ സംഭവം അല്ല. പിന്നെ എന്തുണ്ടെങ്കിലും പോലീസ് റിപ്പോർട്ട് കൊടുത്താലും അനിലൊക്കെ റിപ്പോർട്ട് കൊടുത്താലും പിന്നെ കണ്ണാടിക്കാരൻ വ്ളോഗർ കൊടുത്തു കഴിഞ്ഞാലും അല്ലെങ്കിൽ ആരെന്ത് പറഞ്ഞു കഴിഞ്ഞാലും ഇത് കോടതിയിലുള്ളതല്ലേ. കോടതി എന്നല്ലേ നമ്മള് നോക്കേണ്ടത്. ഇനിയിപ്പോ പുറമെ വിധി വരുന്നതിന് മുമ്പ് എന്തിനാ മറ്റുള്ള പാനിക് ആക്കാൻ നോക്കുന്നത്? നിങ്ങൾ ആക്ച്വലി സംഭവം എന്താ പറയുക, ഇത് പാനിക് ആക്കാൻ നോക്കുകയാണ്. ഇതിനകത്ത് വേറൊരു കാര്യമാണ്, ഒരാള് പോലും ആ ഡിജിറ്റൽ കൂപ്പൺ എടുത്തായിക്കോട്ടെ അല്ലെങ്കിൽ OTTന്റെ ഷെയർ എടുത്തതായിക്കോട്ടെ എന്തായിക്കോട്ടെ അവർ പോയിട്ട് കേസ് കൊടുത്തിട്ടില്ല. അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അല്ല, പുറത്തുനിന്ന് പലതും പറയുന്നുണ്ട്, അവർക്ക് ഇതിലൊരു പ്രശ്നവും ഇല്ല. എന്നുവെച്ചാൽ ഒന്നുണ്ട്, ഇപ്പൊ എനിക്ക് വേദന എടുക്കുന്നുണ്ട്, അത് നിങ്ങൾക്ക് അത് ഫീൽ ചെയ്യൂല, കാരണം അത് എന്റെ വേദനയാണ്. എനിക്ക് വേദന എടുക്കുന്നില്ല, നിങ്ങൾക്ക് എന്തിനാ ഫീൽ ചെയ്യേണ്ട ആവശ്യം? ഒന്നത്. പിന്നെ എന്റെ കമന്റ് തന്നെ രണ്ടാമത്തെ കാര്യം, ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിരുന്നു ഐസ് നെറ്റ്വർക്കിന്റെ. ആക്ച്വലി അത് പൈ നെറ്റ്വർക്കും ഉണ്ട്. പൈ നെറ്റ്വർക്ക്, പൈ എന്ന് പറഞ്ഞാല് ആ പൈ അല്ല, PI പൈ നെറ്റ്വർക്ക് ഞാൻ 4 വർഷമായിട്ട് മൈൻ ചെയ്യുന്നുണ്ട്. അത് ഫ്രീ ആയിട്ടിട്ട് നല്ലൊരു പൊട്ടൻഷ്യൽ. അതിനൊക്കെ ഞാൻ വീഡിയോ ഉള്ളു, കാരണം നിങ്ങൾക്ക് കാര്യമില്ല, നിങ്ങൾക്ക് അതിന് വലിയ പെരുത്ത് ഇത് കൂടുതലൊന്നും കിട്ടൂല കോയിന്. പിന്നെ ഐസ് കോയിന് ഞാൻ ഇട്ടെന്ന് വെച്ച് കഴിഞ്ഞാല് കുറച്ചെങ്കിലും ഒരു മാർച്ച് വരെ ഇത് മൈനിങ് ഉണ്ട് ഫ്രീ ആയിട്ട്. അത് നിങ്ങൾക്ക് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചത്. പക്ഷെ അതിന്റെ അടുക്ക് ഹൈറിച്ചില് കുറച്ച് ആൾക്കാർ അതിൽ വന്ന് അടുത്തുടായ്പ് പിന്നെ ഒരു വിജയം വന്നിട്ട് പറയണേ, ചങ്ങാതി ഹൈറിച്ച് പോയോ, പുതിയ മണി ചെയിനാണോ ഇത് മണി ചെയിൻ ഒന്നല്ല അത്. ഓക്കെ, നേരെ വേർത്തൊരു സജിന് വലിയ ഇതായിട്ട്, നീ ചോറ് കഴിക്കാറില്ലേ, ഇത്രയും കാലം താങ്കൾ പറഞ്ഞ എന്തെങ്കിലും ഒരു കാര്യം ഏതെങ്കിലും ഒന്ന് വിശ്വാസത്തിൽ എടുക്കാൻ പറ്റിയിട്ടുണ്ടോ? ഏതെങ്കിലും ഒന്ന് സത്യമായിട്ടുണ്ടോ? മോനെ, കോടതിയിൽ ലോക്കായിട്ടാണുള്ളത്. എന്താ ഈ ബഡ്സ് ആക്ട് എന്ന് പറഞ്ഞ സംഭവം പുറത്തുനിന്ന് ഏതോ ഒരുത്തം പോയിട്ട് കംപ്ലൈന്റ് കൊടുത്തതാ, ഈ കമ്പനിയിലെ ആള് പോലും അല്ല. അതൊന്ന് തിരിച്ചു വരൂ, അന്നേരം ഞാൻ ഇനിയും വീഡിയോ ഇടും. ഓക്കെ, വേറൊരുത്തം പറയാ സൈദാലി. എന്റെ സൈദാലി അവിടെ പോയി കഴിഞ്ഞാൽ ഇയാളൊരു കുമ്പിടിയാണല്ലോ. അപ്പോ സൈദാലിയും കൂടി ഒരു ഇതാണ്. അപ്പൊ ഹൈറേഞ്ചിന്റെ കാറ്റ് പോയല്ലേ കോലോട്ട് പ്രതാപൻ ഉടായിപ്പാണെന്ന് ഇനിയും മനസ്സിലാക്കിയില്ലടാ. ഞാൻ പറയട്ടെ, ഞാൻ പൈ നെറ്റ്വർക്ക് 4 വർഷമായിട്ട് മൈൻ ചെയ്യുന്ന ആളാ. പിന്നെ അതേപോലത്തെ ഐസ് നെറ്റ്വർക്ക് ഏകദേശം ഒരു 3-4 മാസമായിട്ട് ഞാൻ മൈൻ ചെയ്യുന്നുണ്ട്. ഞാൻ ഹൈറിച്ചിൽ കൂടിയിട്ട് എത്രയാന്ന് പറഞ്ഞാൽ ഒരു 5-6 മാസമായിട്ടുള്ളൂ. പിന്നെന്ന് പറയില്ല, ഇത് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ അറിയാത്ത വഴിക്ക് പോവാന്നല്ലാണ്ട് വെറുതെ എന്തിനു ചൊറിയാൻ നിൽക്കുന്നത്? കാരണം നിങ്ങൾക്ക് അറിയില്ല എന്താ ഈ ലോകത്ത് ഇനി വരാൻ പറ്റുന്ന മാറ്റം. എക്സാമ്പിള്, നാട്ടിലിപ്പോ ഇതുണ്ട്, ഏത് ക്രിപ്റ്റോ കറൻസിന്റെ ബൈനാൻസ്, അതേപോലെ തന്നെ ഒരു 5-10 എക്സ്ചേഞ്ച് ഹൗസ് കൂട്ടിയിട്ടുള്ളത്. അത് ഇന്ത്യയിലല്ലേ, ലോകം വലുതാണ് ഈ ലോകം. അപ്പൊ പോസിറ്റീവ് ആയിരിക്കുക. പിന്നെ മെയിൻ ആയിട്ടൊരു കാര്യമുണ്ട്, എല്ലാവരും അറിയണ്ട്, അത് ഷാറുഖ് ഖാൻ പറഞ്ഞതാ. ഞാൻ പറഞ്ഞ പിന്നെ നിങ്ങൾ ആരും കേൾക്കൂലല്ലോ. അതായത് നമുക്ക് നിങ്ങളെ കാര്യത്തിൽ നോക്കാനും നമുക്ക് കഴിയൂല, ആവശ്യമില്ല. എന്തിനാ നോക്കേണ്ട ആവശ്യം? എനിക്ക് എന്റെ കുടുംബം, എന്റെ കുട്ടികൾ, എന്റെ ജീവിതം, അതാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. അത് ഫോക്കസ് ചെയ്യുക, ജീവിക്കുക, ഒരു സമാധാനത്തോട് ജീവിക്കാൻ പറ്റും. ഇത് കുറെ ആൾക്കാരുണ്ട് ജനിച്ചെന്നെ കുറ്റം പറയേണ്ടിട്ടും കുറ്റം കാണിട്ടും കുറ്റം കേൾക്കേണ്ടിട്ടും മാത്രം. വല്ലാത്ത ജീവിതം തന്നെ. ഓക്കെ, ബൈ ദെൻ.